നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 63 വയസ്സുള്ള വീട്ടമ്മ വളരെ ഭയപ്പെട്ടാണ് ഡോക്ടറെ കാണാൻ വന്നത്. കഴിഞ്ഞ കുറച്ച് നാളായിട്ട് പല കാര്യങ്ങളും ഓർമ്മയിൽ വരുന്നില്ല, എല്ലാം മറന്നുപോകുന്നു. അൽസൈമേഴ്സ് വല്ലതും ആണോ എന്നെനിക്ക് പേടിയുണ്ട്. കുടുംബത്തിൽ ആർക്കെങ്കിലും അൽസൈമേഴ്സ് രോഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുടുംബത്തിലില്ല, പക്ഷേ എൻ്റെ അയൽ വീട്ടിലുള്ള എനിക്ക് വളരെ അടുപ്പമുള്ളൊരു വ്യക്തിക്ക് അൽസൈമേഴ്സ് ആയിരുന്നു. അവർ കഴിഞ്ഞ വർഷം മരിച്ചു പോയതേ ഉള്ളൂ. അവരുടെ അവസാന കാലമൊക്കെ ഞാൻ കണ്ടു. വല്ലാത്ത ഗതികേടായിരുന്നു. അപ്പോൾ എനിക്കും അതുപോലെ എന്തെങ്കിലും ആണോ എന്ന ഭയമാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴേക്കും അവർക്ക് കുടുംബത്തിൽ അൽസൈമേഴ്സോ അതുപോലെയുള്ള മറവി രോഗങ്ങളുടെ ഒന്നും ചരിത്രമില്ല. ശാരീരിക ആരോഗ്യം ഒക്കെ തൃപ്തികരമാണ്, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ശരീരം ഇങ്ങനെ തടിച്ചു വരുന്നുണ്ട്. വലുതായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, എന്നാലും ശരീരം തടിച്ചു വരുന്നു. മലബന്ധം ഉണ്ടാവുന്നുണ്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം സംസാരിക്കുമ്പോൾ ശബ്ദത്തിൽ എന്തോ ഒരു അപാകത. നേരത്തെയൊക്കെ വളരെ മധുരമായ ശബ്ദമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു പറ ഒരു ശബ്ദം, അതായത് എന്തോ പാറപ്പുറത്ത് ചിരട്ട ഉരച്ചതുപോലത്തെ ഒരു ശബ്ദം, വല്ലാത്ത ഒരു അസ്വസ്ഥതയുണ്ടാക്കും. തൊലിയുടെ പുറത്ത് തൊലി ഇങ്ങനെ വല്ലാതെ ചുക്കിച്ചുള്ളിഞ്ഞ്, ഇതെല്ലാം പ്രായമായല്ലോ, വാർദ്ധക്യ സഹജമായി ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കും എന്നവർ കരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ നിർബന്ധമായിട്ടും തൈറോയിഡ് ഹോർമോണുകളുടെ അളവ് പരിശോധിച്ച് നോക്കണം. കാരണം തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറയുന്ന ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നൊരവസ്ഥ വന്നാൽ മറവിയുടെ ലക്ഷണങ്ങൾ വരാം. അതിനനുബന്ധമായി മറ്റ് ചില ലക്ഷണങ്ങളും വരും. അതിലൊന്നാണ് ശരീരഭാരം കൂടുക, മലബന്ധമുണ്ടാകുക, ശബ്ദത്തിൻ്റെ രീതി മാറുക, ഓർമ്മക്കുറവ് വരിക, ചെയ്യുന്ന കാര്യങ്ങൾ ഒരു സ്ലോനെസ്, ഒരു മന്ദത വരിക. ഇതൊക്കെ അതിന് അനുബന്ധമായ ലക്ഷണങ്ങൾ. തൊലിപ്പുറത്തും ചില വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ ഇവിടെ പരിശോധിച്ച് നോക്കിയപ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കുറവായിരുന്നു. ആ തൈറോയിഡ് ഹോർമോൺ സപ്ലിമെൻ്റ് ചെയ്യാനുള്ള മരുന്നുകൾ കൊടുത്തപ്പോൾ അവരുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറി, അവരുടെ ഓർമ്മക്കുറവും മാറി. അപ്പോൾ എല്ലാ ഓർമ്മക്കുറവുകളും അൽസൈമേഴ്സ് രോഗം പോലെയുള്ള അവസ്ഥകളല്ല. പരിഹരിക്കാൻ പറ്റുന്ന ചില മറവി രോഗങ്ങളുണ്ട്. ആ പരിഹരിക്കാൻ പറ്റുന്ന മറവി രോഗങ്ങൾ നമ്മൾ കൃത്യമായി കണ്ടെത്തി അത് പരിഹരിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പോൾ പരിഹരിക്കാൻ പറ്റുന്ന മറവി രോഗങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് കൂടെ ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനം തൈറോയിഡിൻ്റെ അളവ് കുറയുന്ന ഹൈപ്പോ തൈറോയിഡിസം തന്നെയാണ്. വൈറ്റമിൻ ഡിയുടെ അളവ് കുറയുക, വൈറ്റമിൻ B12 അളവ് കുറയുക, രക്തത്തിൽ ഹോമോസിസ്റ്റിൻ എന്ന സംഗതിയുടെ അളവ് കൂടുക, അനിയന്ത്രിതമായിട്ടുള്ള പ്രമേഹം, മദ്യം പോലെയുള്ള ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗം, അമിതമായിട്ടുള്ള പുകവലി, സിന്തറ്റിക് ലഹരി വസ്തുക്കൾ, രാസലഹരികളടക്കമുള്ള സംഗതികളുടെ ഉപയോഗം, ഇതൊക്കെ മറവിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ ഇതെല്ലാം പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദപ്പെടുത്താം. വിഷാദ രോഗം ബാധിക്കുന്ന ചില വ്യക്തികൾക്കും മറവിയുടെ ലക്ഷണങ്ങൾ വരാം. അതിന് സ്യൂഡോ ഡിമെൻഷ്യ എന്ന് പറയും. അപ്പോൾ ഈ സ്യൂഡോ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള മേധാക്ഷയമല്ല, ഒരു വ്യാജ മേധാക്ഷയം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാം. അപ്പോൾ യഥാർത്ഥ മേധാക്ഷയമാണെങ്കിൽ അനുഭവിക്കുന്ന വ്യക്തി എനിക്ക് ഓർമ്മക്കുറവുണ്ട് എന്ന് പറയാൻ സാധ്യത കുറവാണ്. കൂടെയുള്ള ആളുകൾ, ബന്ധുക്കളായിരിക്കും പറയുന്നത് ഇദ്ദേഹത്തിനൊന്നും ഓർമ്മയില്ല, ഇദ്ദേഹം വെച്ച് മറന്നു പോകുന്നു, ആളുകളുടെ പേര് മറന്നു പോകുന്നു. പക്ഷേ ഈ വ്യാജ മേധാക്ഷയം സ്യൂഡോ ഡിമെൻഷ്യയിൽ രോഗി തന്നെ പറയും എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ പല സാധനങ്ങളും വെച്ച് മറന്നു പോകുന്നു, എനിക്ക് ആളുകളുടെ പേര് ഓർമ്മയില്ല, എനിക്ക് മറവിയാണ്. അപ്പോൾ ഈ വ്യാജ മേധാക്ഷയം പലപ്പോഴും വിഷാദ രോഗം പോലെയുള്ള രോഗങ്ങളുടെ ഭാഗമായിരിക്കും. അത് ആ വിഷാദ രോഗം ചികിത്സിച്ച് കഴിഞ്ഞാൽ ഈ മറവി അങ്ങ് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഒരിക്കൽ കൂടെ ഓർക്കുക, മറവി രോഗം പൂർണ്ണമായി ഭേദപ്പെടുത്താൻ പറ്റുന്ന ചില കാരണങ്ങൾ മൂലവും ഉണ്ടാകാം. അതാണ് നമ്മൾ ഇതുവരെ സൂചിപ്പിച്ച കാരണങ്ങൾ. ഈ കാരണങ്ങളൊക്കെ രക്തപരിശോധനയിലൂടെ കണ്ടെത്തി അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക വഴി അത്തരം മറവികൾ മാറ്റിയെടുക്കാം. തലച്ചോറിൻ്റെ ജീർണത മൂലം വരുന്ന ഡീജനറേറ്റീവ് ഡിമെൻഷ്യാസ്, അതാണ് അൽസൈമേഴ്സ് പോലെയുള്ളത്, അത് പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല. നന്ദി, നമസ്കാരം.